ഉപ്പുമുളകിൽ അഭിനയിക്കുന്നു ചോദിച്ചു. ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുക. ആദ്യത്തെ ദിവസമായിട്ട് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ. സിദ്ധു എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം അല്ലേ? ആന്റി ലവർ കേശു എന്നുള്ള കമന്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ആ പരിപാടിക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ആരാ ഞാൻ ടി വി ഓൺ ചെയ്യുമ്പോൾ ഞാൻ തൃശ്ശൂരിന്ന് ഇവിടെ വരെ ഉപ്പുമുളകിന്റെ ടീമിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. പക്ഷെ അതൊരു ഉള്ളിലൊരു ഇതായിരുന്നു, എനിക്ക് അത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, എനിക്ക് പോവാമായിരുന്നു എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ആലോചിച്ചു എന്തിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് വീഡിയോ ചെയ്യാന്നുള്ളത്. കാരണം ആളുകൾക്ക് പുതിയ ചാനലായതുകൊണ്ട് ആളുകൾക്ക് എന്തിനെ പറ്റിയിട്ടാണ് അറിയാൻ ആഗ്രഹമുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ മെർലിനെ പറ്റി പറയാമെന്ന്. കാരണം എൻ്റെ പേരിനേക്കാളും, അനീന എന്ന് പറയുന്ന എൻ്റെ പേരിനേക്കാളും കൂടുതൽ ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് മെർലിൻ എന്ന് പറയുന്ന പേരിലാണ്. അപ്പോൾ മെർലിൻ്റെ സ്റ്റോറി തന്നെ ആവട്ടെ ആദ്യത്തെ വീഡിയോ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഞാൻ ഈ ഷെഡ്യൂളിൽ പോയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഫസ്റ്റ് ടൈം വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് അത്ര ധാരണ ഇല്ലാത്തതുകൊണ്ടും എന്തൊക്കെയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വ്ളോഗിൽ നമ്മൾ മെർലിൻ്റെ സ്റ്റോറിയും നമ്മുടെ ഉപ്പുമുളകിൻ്റെ ഒരു കൊളാബറേഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഉപ്പുമുളകും സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും വിചാരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ഒരു ഷോയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു ജൂൺ സ്റ്റാർട്ടിങ്, അതായത് 2024 ജൂൺ ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഈ അഭിനയിക്കുമ്പം ഞാൻ ഒരു ചാനൽ, അടിപൊളി ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഷോർട്ട് ഫിലിംസും സീരീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവരുടെ കൂടെ കുറച്ച് വർക്ക് ചെയ്തു. ഒരു 3-4 വർക്ക് ചെയ്തപ്പം എനിക്കൊരാഗ്രഹം, അതായത് ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോൾ കുറേ ടേംസൊക്കെ ഇവർ പറയുമല്ലോ, അതായത് ഓവർ ദ ഷോൾഡർ അല്ലെങ്കിൽ POV, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അടുത്ത വർക്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പേരില്ലാത്തൊരു പൊസിഷൻ, അതായത് അസിസ്റ്റൻ്റ് ആണോ അസോസിയേറ്റ് ആണോ എന്താണെന്ന് അറിയില്ലാത്തൊരു പൊസിഷനിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ വർക്കിന് പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാറമട വീട്ടിലാണ് വർക്ക് വരുന്നതെന്ന്. ഞാൻ ഓക്കെ, പാറമട വീട്. അപ്പം അത്രയും നാളും ഞാൻ ഉപ്പുമുളകും ഒരു കാണുന്ന സമയം വരെ, അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയം വരെ അതിൻ്റെ വീടെന്ന് പറയുന്നത് ഒരു നിലയായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇന്ന് 2 നില ഉണ്ടെന്ന്. ഓഫ് കോഴ്സ് പാറമട വീട്ടിൽ ഷൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളായിരിക്കും ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ധാരണ. കാരണം ഒരു നിലയല്ലേ ഉള്ളൂ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ 2 നിലയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതെങ്ങനെ 2 നില എന്നുള്ളൊരു മൂടായി. അപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ട് മുകളിലും താഴെ നോക്കുമ്പോൾ ഉപ്പുമുളകും അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഓക്കെ. ഞാൻ അവിടെ ഫസ്റ്റ് ചെല്ലുമ്പം ബാലോച്ചനെയും നീലോമേനൊക്കെ കണ്ടു, ഹായൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ മുകളിൽ പോയിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുവാണ്. അപ്പം ആദ്യത്തെ ദിവസമായിട്ട് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ. അപ്പോൾ ഓരോന്നിനു വേണ്ടി ഞാൻ മുകളും താഴേക്കായിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ആക്ട്രസ് എന്ന് പറയുന്നത് ദിവ്യ പിള്ളയായിരുന്നു. അപ്പോൾ ദിവ്യ ചേച്ചിയുടെ കോസ്റ്റ്യൂം ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നേരെ ചേച്ചിയുടെ കൂടെ താഴെ വരുന്നു. ചേച്ചി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ മഹേഷ് ഏട്ടൻ, നമ്മുടെ ക്രൂവിലുള്ള മഹേഷ് ഏട്ടൻ, ഉപ്പുമുളക് ക്രൂവിലുള്ള മഹേഷ് ഏട്ടൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഉപ്പുമുളകിൽ അഭിനയിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പ്രൊഫൈൽ ഷെയർ ചെയ്തിടൂ. അപ്പം എനിക്കവിടെ പ്രൊഫൈല് ഞാൻ അഭിനയിച്ച് ഒന്നും ഇറങ്ങിയിട്ടില്ല. ആകെ ഉള്ളത് 1-2 ആഡ്സാണ്. അപ്പം ഞാനിങ്ങനെ ആഡ്സ് കാണിച്ചു കൊടുത്തു, ഇതാണ് എൻ്റെ ബാക്കിയുള്ളതൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഉണ്ടെങ്കിൽ വിളിക്കാം, കേശുവിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വെച്ചാൽ മുകളിൽ പോയി എന്നിട്ട് ഭയങ്കര ഇതാണ്, ഞാൻ ഉപ്പുമുളകിന് താഴെ പോയപ്പോൾ എന്നെ ഇങ്ങനെ അഭിനയിക്കാൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ നിൽക്കാം കേട്ടോ. അപ്പം 2 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, 4 മണി കഴിഞ്ഞു, എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എടുത്തിട്ടില്ല, കുഴപ്പമില്ല. ഞാൻ പിറ്റേ ദിവസം വീണ്ടും 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും ഷൂട്ടിന് പോയി. എൻ്റെ ഷൂട്ട് കഴിഞ്ഞു, ഞാൻ തിരിച്ചു വന്നു. അന്നും വൈകുന്നേരം എന്നോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് ആണ്. ടെക്നിക്കലല്ല, അവരുടെ സ്ക്രിപ്റ്റിൻ്റെ കംപ്ലീഷൻ ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ 2ാമത്തെ ദിവസമായിട്ടും പ്രത്യേകിച്ച് നീക്ക് പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ നിൽക്കുമ്പം സൺഡേ സൺഡേ ഇത്ര ദിവസം പണിയെടുത്തതുകൊണ്ട് സൺഡേ കുറച്ചേരം ചില്ലാന്ന് പറഞ്ഞാൽ മറ്റേ ഹെയർ ഓയിലൊക്കെ ഇട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പം എന്നെ മഹേഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഫ്രീ ആണെങ്കിൽ നേരെ വരൂ എന്ന് പറഞ്ഞു. ഞാൻ മറ്റേ ഈശ്വര പെട്ടല്ലോ നാദാ എന്നുള്ള അവസ്ഥയാണ്. പിന്നെ അത് ആരോടും പറഞ്ഞിട്ടില്ല എന്നെങ്കിലും ഉപ്പുമുളകിൽ വിളിച്ചു എന്നുള്ളതൊന്നും. ക്രൂവിലുള്ള, അതായത് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ക്രൂവിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉപ്പുമുളകിൽ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഏത് മറ്റേ ഫ്ലവേഴ്സിൽ ഉപ്പുമുളകോ പറഞ്ഞു, ആ ഉപ്പുമുളകിൽ. അങ്ങനെ ഞാൻ
ചെല്ലുന്നു. അപ്പോൾ എന്നോട് കണ്ണൻ ചേട്ടൻ, അതായത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യൂട്ട് ക്യാരക്ടറാണ്, അപ്പോൾ അതുകൊണ്ട് നീ അന്ന് ഇട്ട അതേ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടിങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ അതേ ഒരു ടൈപ്പ് കോസ്റ്റ്യൂം ഇട്ടിട്ടിങ്ങ് പോരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടി അതേ കോസ്റ്റ്യൂം ഇട്ടിട്ട് പോയി. അതേ കോസ്റ്റ്യൂം ഇട്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതാണ് പരിപാടി, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ സിങ് സൗണ്ടാണ്. അപ്പം ഞാൻ ഇതുവരെ ചെയ്തേക്കണ എല്ലാം ഡബ് ചെയ്യുന്ന പരിപാടികളാണ്, സിങ് സൗണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പക്ഷേ വളരെ കോപ്പറേറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷോട്ട് എടുത്തു. അപ്പോൾ എനിക്ക് പാറക്കുട്ടിയുടെയും കേശുവിൻ്റെയും കൂടെയുള്ള ഷോട്ട്, ആ ഷോട്ട് ഞാൻ അവിടെ ആഡ് ചെയ്യാം. ഹലോ. അത് കഴിഞ്ഞിട്ട് അതാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ എക്സൈറ്റഡ് ആയി, കാരണം ഇതിൻ്റെ പുറകിൽ വേറൊരു സ്റ്റോറി ഉണ്ട്. ഈ ഉപ്പുമുളകിൻ്റെ ഇതിലേക്ക് ഞാൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റിന് വേറൊരു സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ 6th പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, ഫ്ലവേഴ്സിൽ കുട്ടിക്കലവറ എന്ന് പറയുന്നൊരു ഷോ ഉണ്ട്. അപ്പോൾ ഈ ഷോയിലേക്ക് ഫസ്റ്റ് ടൈം ഫ്ലവേഴ്സ് തുടങ്ങിയ ആ ഒരു സമയത്താണ് ഇങ്ങനെ മറ്റേ ഇത് എഴുതി കാണിക്കും താഴെ, എന്താണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എനിക്ക് കിട്ടും ഈ പരിപാടിക്ക് പോയാൽ എന്നുള്ള അത്രയും കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ചെന്ന് മമ്മിയുടെ അടുത്ത് പറയുന്നു, പപ്പയുടെ അടുത്ത് പറയുന്നു, എനിക്കിങ്ങനെ ഓഡിഷൻ ഉണ്ട്, എറണാകുളത്താണ്, പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നടക്കില്ല, നമുക്കിന്ന പരിപാടി ഉണ്ട്, നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ ഈശ്വര, ആ പരിപാടിക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ആരാ എന്നുള്ള മൂഡിലിരിക്കുക. ഞാൻ അന്ന് നിരാഹാരമൊക്കെ കടന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആ പരിപാടിക്ക് ഞാൻ പോയില്ല. ആ പരിപാടിക്കാണ് കേശുവും ശിവാനിയൊക്കെ വരുന്നതും, അവരെ അതിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അവരുടെ ഓഡിഷൻ ചെയ്തിട്ടാണെങ്കിൽ അവർ അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ കുട്ടിക്കലവറ ഉപ്പുമുളകിൽ എത്തിയതുകൊണ്ട് തന്നെ അവർ അങ്ങനെ എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു ഉള്ളിലൊരു സാധനം കിടക്കുന്നുണ്ട്. അയ്യോ, കുട്ടിക്കലവറയിൽ ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, കിട്ടിയാലും ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതൊരു ഉള്ളിലൊരു ഇതായിരുന്നു, എനിക്കത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, എനിക്ക് പോവാമായിരുന്നു എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനായിട്ട് എനിക്ക് ചാൻസ് കിട്ടുന്നു. അത് ഉപ്പുമുളകിൽ തന്നെ. ഉപ്പുമുളക് നമ്മൾ കുഞ്ഞിലേ മുതൽ, ഞാനത് തുടങ്ങിയ മുതൽ കാണുന്ന ആളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഓക്കെ, ഷൂട്ട് ചെയ്തു, പരിപാടി കഴിഞ്ഞു, ഞാൻ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഞാനിങ്ങനെ നെക്സ്റ്റ് ഡേ പ്രൊമോസ് ഒക്കെ നോക്കുന്നുണ്ട്, ഏത് പ്രൊമോയിലാണ് ഞാൻ വരിക, ഏത് എപ്പിസോഡാണ് വരിക എന്നുള്ളതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം 2-3 എപ്പിസോഡ് നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. അടുത്ത എപ്പിസോഡ് നോക്കുമ്പം ഈ കേശും പാറൊക്കെ അന്നിട്ട് അതേ കോസ്റ്റ്യൂമിലുള്ളൊരു പ്രൊമോ ഉണ്ട്. ആ പ്രൊമോയിൽ ഞാനില്ല. അപ്പോൾ ഞാൻ ഓക്കെ, ആകെ 3-4 മിനിറ്റേ ഉള്ളൂ ആ സീൻ. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാൻ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ, ആ സീനെ പാടം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രൊമോയിൽ ഞാനില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല കേട്ടോ. ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് വളരെ കുറച്ചുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ അറിയുള്ളൂ. എന്തായാലും അഭിനയിച്ചു എന്നുള്ളൊരു പേരുള്ളതുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ പോലും ഇന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നേരെ TV ഓൺ ചെയ്തു. 7 മണിയായപ്പം അതിൻ്റെ ഫ്രണ്ട് ഇരുന്നപ്പോൾ കേശുവും പാറുവിൻ്റെ എൻട്രി. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത് ഞാൻ വരുന്നുണ്ടത്. അങ്ങനെ വരുന്നു എന്ന് കണ്ടപ്പോഴേ എല്ലാവരെയും വിളിച്ച് കാണിച്ചതും അത് ഞാനൊരു സ്റ്റോറിയൊക്കെ ആക്കി ഇടുന്നത് നോക്കാം. അപ്പോഴാണ് ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം TV വരുന്നു എന്നൊരു സാധനം വരുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചത് ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അതിനുശേഷം ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് ഒരു 1 വീക്ക് ലേറ്ററാണ് എന്നെ വീണ്ടും 2 എപ്പിസോഡിന് വിളിക്കുന്നതും ഞാൻ ആ എപ്പിസോഡിന് പോകുന്നതും അഭിനയിക്കുന്നതും. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നു. അപ്പോൾ ഉപ്പുമുളകം എന്ന് പറയുന്നത് ഞാൻ അതാ പറയാം, വളരെ ഒട്ടും ഞാൻ തീരെ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം എനിക്ക് അറിയത്ത് പോലും ഇല്ല അന്നേരം അവിടെ ഷൂട്ട് ഉണ്ടെന്നുള്ളത്. കാരണം അവിടെ ഉപ്പുമുളകും ആ വീട്ടിൽ അന്നേരം അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ട്രിപ്പിൾ എക്സൈറ്റ്മെൻറ്റോടെ ആയിരിക്കും ഞാൻ ആ വീട്ടിൽ ഷൂട്ടിന് പോവുക. അപ്പം എല്ലാം ഭയങ്കര എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. സോ ഉപ്പുമുളകും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന റോളാണ്. പിന്നെ ഇപ്പം കുറച്ച് എന്താ പറയുക സീനൊക്കെ ഉണ്ട്. കാരണം ഞാൻ കുറച്ച് വലുതായി, കുറച്ച് നെഗറ്റീവ് ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഇടുന്ന കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. ഓക്കെ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നിരിക്കുന്ന റോളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റേ ആൻറ്റി ലവർ കേശു എന്നുള്ള കമൻറ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു. പിന്നെ ആഫ്റ്റർ ഉപ്പുമുളക് എന്ന് പറയുന്നത് ഒരു വേറെ ഒരു രസമുള്ള പരിപാടിയായിരുന്നു. കാരണം നമ്മൾ മറ്റേ എന്താ പറയുക, ഇപ്പം TV നമ്മളെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഓക്കെ, TV ഓൺ ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഈ എഡിറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ എഡിറ്റ്സ് പലരുടെയും കാണുമ്പോൾ നമ്മൾ ഓക്കെ, നമ്മുടെ ഒരു എഡിറ്റ് ഇങ്ങനെ വന്നാൽ കൊള്ളാം. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പേരിൽ കുറേ എഡിറ്റ്സ് വരുന്നു, ഫാൻ പേജസ് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, നമ്മളൊരു
പബ്ലിക് ഒരു ഇതിന് പോകുമ്പം പബ്ലിക്ലി നിൽക്കുമ്പം ഒരാൾ നമ്മളെ കാണുന്നു, മെർലിൻ അല്ലേ എന്ന് ചോദിക്കുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഭയങ്കര ഹാർട്ട് വാർമിംഗ് ആയിട്ടൊരു മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ ലുലുലു പോയപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടാൽ പോകുന്നത്. അത് മറ്റേ ആൾക്കാർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വളരെ മോശം കോലത്തിലാണ് എപ്പോഴും പുറത്തിറക്കുക. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ രാത്രി എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പം ഒരു കൊച്ചെന്നെ കണ്ടു. അപ്പം അവൾക്ക് ഇങ്ങനെ സംശയം ഞാൻ തന്നെയാണോ എന്നുള്ളത്. അങ്ങനെ അവൾ കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കി അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, മെർലിൻ അല്ലേന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ അതേന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അത്രയും നേരം ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ, എന്നോട് ചിരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഓടി വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം ഞാനിങ്ങനെ സ്റ്റക്കായിരുന്നു. അവളിങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ്. അതാണൊരു മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻറ്റ്. പിന്നെ ഒരു മൊമെൻ്റ് ഉണ്ട് ഇതുപോലെ. ഞാൻ ഒരു ഷൂട്ടിന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി സൈക്കിൾ ഓടിച്ച് വരിക. അപ്പോൾ അവളിങ്ങനെ എന്നെ കണ്ടു. അപ്പം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലേ. കുട്ടിയെ കണ്ടു, അവൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ എൻ്റെ കൂടെയുള്ള ആൾ പറയുന്നുണ്ട്. പറഞ്ഞല്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞു. അപ്പം അവളിങ്ങനെ നോക്കി എന്നെ കണ്ടിട്ട് അവളിങ്ങനെ സംശയത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഓപ്പോസിറ്റ് ഒരു ബൈക്ക് വരുന്നുണ്ട്. അവൾ എന്നിട്ട് ഈ ബൈക്കിൽ പോയിടിച്ചു. ഈ ബൈക്ക് കൺട്രോൾ തെറ്റി നേരെ മതിലിൽ പോയിടിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ നടന്ന് നേരെ പോന്നു, അവിടെ വീട്ടിലെത്തുന്നു. അവിടെ ചെന്നിരുന്ന് വർത്തമാനം പറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു മാസ്മരിക സംഭവമാണ് ഉപ്പുമുളക് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ കുറേ പറഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ആ സോ-കോൾഡ് ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ മനസ്സിലാവും എന്താണ് ബിഹൈൻഡ് ദ ക്യാമറ അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഹായ്, അങ്ങനെ നമ്മൾ പാറമട വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5 മന്ത്സിന് ശേഷമാണ് ഞാൻ ഉപ്പുമുളകിലേക്ക് വരുന്നത്. ഞാനൊരു മൂവിയുടെ ഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോയേക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്, അവിടെ ഷെഡ്യൂൾ ബ്രേക്ക് ആയപ്പം നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പം എനിക്ക് 14, 15, 16 ആണ് ഷൂട്ട് പറഞ്ഞേക്കുന്നത്. ഇന്ന് 14th ആണ്. ഇന്ന് ഉച്ചയ്ക്ക് കയറിയാൽ മതിയാകുന്നുണ്ട്. അപ്പം ഒരു 1:30 ആവാനായി. ഞാനിപ്പോൾ പോവാണ്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ സിദ്ധു ചേട്ടൻ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. വണ്ടി എടുക്കട്ടെ. പാറമട വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ പാറമട വീട് കാണിച്ചു തരട്ടെ. ഇതൊക്കെ എങ്ങനെ ഇതിനകത്ത് എടുക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ, ഇതാ നമ്മളങ്ങനെ പാറമട വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിറങ്ങട്ടെ. പാറക്കുട്ടി അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ഹലോ, സൗണ്ട് മാറിയോന്നോ? കുറേ നാളായല്ലോ. അയ്യോ, യൂട്യൂബ് ചാനൽ ഇടാനാണെങ്കിൽ ഞാൻ റീലെടുത്ത് വിടുകയാണ്. പാറു ചന്ദനം തൊട്ടരാണല്ലോ ചിരിക്കുന്ന. ഇതെടുത്തിട്ട് കഴുത്ത് തന്നെയാണ് സിന്ധുട്ടല്ല, ചന്ദ്രൻ. എന്ത് ചെയ്യാൻ പോവാ? മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ലേ? എന്ത് കൈൻഡ് ഓഫ് സ്റ്റൈലാണ് ട്രൈ ചെയ്യുന്നത്? എന്താണ് വേണ്ടത് എനിക്കറിയില്ല. എനിക്കൊരു കല്യാണത്തിന് വേണം. സോ ആ ടൈപ്പ് ഓഫ് സംഭവം ചെയ്തോ. 1,00,000 രൂപ ചെയ്യാം. ഒരു മുടിയാട്ട 1,00,000 രൂപയെ? എന്താ ഇവിടെ ചെയ്യുന്നത്? ഒരു മുടി കെട്ടുന്നതിന് 1,00,000 രൂപ? അത് ഒരു 10 സ്റ്റൈല് കെട്ടണ്ടേ? എനിക്ക് ഒറ്റ സ്റ്റൈല് മതി. പിന്നെ 10 രൂപ വരും, ഇതെല്ലാം വരും.
ഓക്കെ ആയിരുന്നു. ഹായ്. മകളെ ഇച്ചിരി കുത്തുന്നു. അപ്പോൾ നെക്സ്റ്റ് സീൻ കരയാൻ വേണ്ടി പോവാണ്. കരഞ്ഞിട്ട് വരും. അപ്പോൾ വി ആർ ഡൺ വിത്ത് ഡേ 1. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇപ്പം നേരെ ഒബ്രോൺ മോളിലേക്ക് വന്നേക്കാണ് കാന്ത കാണാൻ. ഇന്ന് കേശുവും ഗൗരമ്മായും ഒന്നും ഉണ്ടായിരുന്നില്ല. നാളെ കേശു ഉണ്ടെന്ന് പറഞ്ഞു, അമ്മയുടെ കാര്യം അറിയില്ല. സോ എന്തായാലും ഇന്നത്തെ കഴിഞ്ഞു, നാളെ മോർണിംഗ് മുതലുണ്ടാവും. അപ്പോൾ നാളെ കാണാം. ബൈ. ഹലോ ഗൈസ്, ഒരു സീൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സീനും കൂടി കഴിഞ്ഞ് ബ്രേക്ക് ആയിരിക്കും. രണ്ടു വാക്ക് പറയടാ. ഹലോ ഹായ് നമസ്കാരം. യൂട്യൂബ് ചാനൽ തുടങ്ങുക. യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ സാധനം യൂട്യൂബ് തുടങ്ങി ഫസ്റ്റ് വീഡിയോ അത് ഇതാ ഇടാൻ പോകുന്നത്. കനകാന്റിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷം. അനീനെ കുട്ടി യൂട്യൂബ് ചാനൽ തുറന്നിട്ട് മമ്പലിട്ടാണ് ഞങ്ങളുടെ ഇവിടെ കാണിക്കുന്ന തോന്നിയാസങ്ങളൊക്കെ വരും. തൃശ്ശൂരിന്ന് ഇവിടം വരെ ഉപ്പുമുളകിന്റെ ടീമിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. എന്താ എങ്ങനെയുണ്ട്? കണ്ടല്ലാരും? എന്നിട്ട് എന്ത് തോന്നി? കുറെ എപ്പിസോഡ് ഫസ്റ്റ് മുതലേ കാണാറുണ്ടായിരുന്നു, കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നത്. അടിപൊളി. ഇത് നമ്മുടെ പാറമട വീടിൻ്റെ സൈഡിൽ തന്നെയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് എൻ്റെയും കേശുവിൻ്റെയും മിക്ക സീൻസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വോയിസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സീൻ കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂം പാർട്ടി വെയർ ഡ്രസ്സിലേക്ക് മാറും. എന്നിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് വരും. ഇന്ന് നൈറ്റ് വരെ ഷൂട്ടിംഗ് കാണും. ഇതിൻ്റെ ഇടയിൽ ഞാനും ശിവയും കൂടി നമ്മുടെ കറുത്ത മച്ച പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് റീലെടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. റീലെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പുറകിൽ ആഡ് ചെയ്യാം. സുന്ദരിയായിട്ടുണ്ടല്ലോ. റെഡിയാണ് ഇവിടെ. റെഡി അല്ലേ? ആനിവേഴ്സറിക്ക് ഞങ്ങൾ അങ്ങനെ സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ റെഡിയാണ് നിൽക്കുന്നത്. സാരി ഒക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. ശങ്കരപ്പൂപ്പൻ വ്ളോഗാ അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് എടുക്കുന്നത്. എങ്ങനെയുണ്ടോ സിദ്ധു എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം അല്ലേ? ഓക്കേ. കേശുവാണ് പോകുന്നത്. റെഡി. ഞാൻ റെഡിയാണ്. റെഡിയല്ലേ? ഞാൻ കുട്ടിയും പാറക്കുട്ടിയും റെഡി. കേശു റെഡി. ഫുൾ സെറ്റപ്പാണ് അവിടെ. അങ്ങനെ ഫൈനലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയി. ഇന്നിപ്പോൾ 12:30 ആയി. യൂഷ്വലി നമുക്കൊരു 5, 6, 7 ആ റേഞ്ചിനുള്ളിൽ കഴിയാറുണ്ട്. ഇന്നിപ്പോൾ ഒരു ഫാൻസി എപ്പിസോഡായിരുന്നു. നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയി. എൻ്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഞാൻ കുറേ ആലോചിച്ച് കണ്ടെത്തിയൊരു വീഡിയോ വ്ളോഗാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പം ആ കീഴ്വഴക്കങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേക്കുക. ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക് ഇൻ ദ കമൻറ്റ്സ്. അപ്പം അത്രയേ ഉള്ളൂ. നല്ല മഴ വരുന്നുണ്ട്. ഞാൻ ഓടട്ടെ. അപ്പം ബൈ.